ഖാൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ശ്യാംരാജ്, അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നെടും തൂണുകളായ അതിനെ നേർവഴിക്ക് നടത്തേണ്ട വിസിമാരെ പാട്ടിലാക്കി കാവ്യവൽക്കരണം നടത്തുകയാണോ? യഥാർത്ഥത്തിൽ ഇവിടെ അതാണോ നടക്കുന്നത്? എനിക്ക് മുമ്പേ സംസാരിച്ച വ്യക്തി അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ കാര്യത്തെ കുറിച്ച് നിലവിൽ നടന്നിട്ടുള്ള ജ്ഞാനസഭയെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ജ്ഞാനമില്ല എന്നും എവിടെ നിന്നോ കേട്ടിട്ടുള്ള ചില ക്യാപ്സ്യൂളുകൾ ഇവിടെ വന്നിട്ട് വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. ഞാൻ പറഞ്ഞോളെ, താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ, എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. താങ്കളുടെ സമയത്ത് താങ്കൾ സംസാരിക്കുന്നത് ശ്യാംരാജാണ്, BJP പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഷാജർ ഖാനിലേക്ക് വരാമെന്ന് പറഞ്ഞത് ഞാൻ ശ്യാംരാജിലേക്ക് പോവുകയായിരുന്നു. താങ്കളുടെ സമയത്തെ കുറിച്ച് ഞാൻ അത് പറയൂ. താങ്കൾ ഇവിടെ കുറച്ചു മുമ്പേ ഗിരിപ്രഭാഷണം നടത്തിയല്ലേ? താങ്കളുടെ സമയം എന്റെ സമയം വ്യക്തിപരമായി തർക്കത്തിലേക്ക് പോകട്ടെ, ശ്യാംരാജ് പറഞ്ഞോളൂ. എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, താങ്കളുടെ സമയത്ത് താങ്കൾ പറയൂ. എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കണം നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറയണമെന്ന്. BJP പ്രതിനിധി ശ്യാംരാജാണ് ലിജേഷ് പങ്കെടുക്കുന്നത്. BJP പ്രതിനിധിയാണ് അദ്ദേഹം. ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, വെറുതെ എന്താണ്? ശ്യാംരാജിന് പറഞ്ഞോട്ടെ ലിജേഷ്, അതിനുശേഷം മറുപടി പറയാം. എന്റെ സമയത്ത് ഞാൻ പറയട്ടെ എന്ന് നിങ്ങൾ കുറച്ചു മുമ്പേ ഗിരിപ്രഭാഷണം നടത്തിയല്ലോ. രേണുക, ഇത് ശരിയല്ല. അദ്ദേഹം വഴങ്ങി, താങ്കൾ ഇനി പറഞ്ഞോളൂ. ഓക്കെ, എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോളൂ. അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഒന്ന്, ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇത് എന്താണ് ഈ ജ്ഞാനസഭ എന്നുള്ളതും ആരാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതും ഈ ജ്ഞാനസഭയിൽ എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈ ചർച്ചയിൽ വന്നിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. രേണുക, നിങ്ങളുടേതടക്കമുള്ള മാധ്യമങ്ങൾക്കെല്ലാം അവിടെ എൻട്രി ഉണ്ടായിരുന്നല്ലോ. ഇത് ഞങ്ങളെ നിങ്ങളുടെ സമയത്ത് പറയുന്നത് ഈ സ്ഥിരം പരിപാടിയാണ്. നിങ്ങൾക്ക് പറയാനൊന്നുമില്ലെങ്കിൽ അത് പറയും. ആളുകൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ? നിങ്ങൾക്ക് പറയാനൊന്നുമില്ല അത് പറയും. നിങ്ങൾക്ക് പറയാനൊന്നുമില്ലെങ്കിൽ അത് പറയുന്നത്. രേണുക, ഞാൻ ഇതിനകത്ത് ഇത് ശരിയല്ലോ. ഇത് താങ്കൾ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ശ്യാം തുടർന്നോളൂ. വിജേഷ് അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് താങ്കൾക്ക് ഞാൻ അവസരം നൽകാം. രേണുക, ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരെ ഇരിക്കുന്ന ആളുകൾ ആരാണെന്ന് ഇവരെന്താ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പോലും പറ്റുന്നില്ല. നിങ്ങൾ ആങ്കർ ആണെങ്കിൽ ഇവരെ തടയാൻ വേണ്ടിട്ട് സംസാരിക്കില്ല. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാൻ അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ. അത് പറയാം. അദ്ദേഹത്തിന് അത് ഒരു ഡിബേറ്റിൽ പാലിക്കേണ്ട മര്യാദ എന്താണെന്ന് അദ്ദേഹത്തെ ആദ്യം പഠിപ്പിക്കും നിങ്ങൾ. എന്നിട്ട് ഇവിടെ വിളിച്ചിരുത്ത് നിങ്ങൾ. ഓരോ ആളുകൾക്ക് സമയമുണ്ടല്ലോ. വിമർശനത്തോട് ഇത്ര ശ്രദ്ധ കാണിക്കുന്ന എന്തിനാ? വിമർശനങ്ങൾ കേൾക്കണം. വ്യക്തിപരമായി തർക്കിച്ച് സമയം കളയുന്നു. നമുക്ക് 4 പാനലിസ്റ്റുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും പറയാനുള്ള സമയം വേണം. ഷാമിന്റെ സമയം വെറുതെ കളയുകയാണ്. പറഞ്ഞോളൂ. ലിജേഷ് ദയവ് ചെയ്ത് സംസാരിക്കരുത്. ഷാം പറഞ്ഞ് അവസാനിപ്പിക്കും. ലിജേഷ് ദയവ് ചെയ്ത് കേൾക്കൂ. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഞാൻ താങ്കൾക്ക് അവസരം നൽകാം. അപ്പോൾ മറുപടി പറയും. ഷാം പറയൂ. ഷാം വ്യക്തിപരമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ വിഷയത്തിലേക്ക് വരും. ഷാം പറയുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൈക്ക് മ്യൂട്ട് ചെയ്യും. ഷാം പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാതെ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരൂ. ഞാൻ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇത് പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്തിനാണെന്ന്. ഇത് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ അസഹിഷ്ണുത ആദ്യമായിട്ടാണ് ഇദ്ദേഹം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാണെങ്കിൽ ശ്യാംരാജ്, താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് എന്താ തോന്നുക? താങ്കൾക്ക് പറയാനൊന്നുമില്ല, അതുകൊണ്ട് വെറുതെ വ്യക്തിവിരോധം ഉണ്ടാകുന്നു എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. താങ്കൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ സംഘാടകർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വികസിത ഭാരതത്തിന്റെ സൃഷ്ടിക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ ആവിഷ്കരിക്കേണ്ട സംഘടനാപരമായ പദ്ധതികൾക്കാണ് ചിന്തൻ ബൈഠക്കിൽ പ്രധാനമായും ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകും. അപ്പോൾ സംഘടനാപരമായ വികസിത ഭാരതം എങ്ങനെ ഉണ്ടാക്കണമെന്ന അതിന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടത്തുന്നത്. അങ്ങനെയുള്ള ചർച്ചയിൽ എന്തിനാണ് ഡിസിമാരെ പങ്കെടുപ്പിക്കുന്നതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വിളിക്കുന്നതിനാണ്. ഞാൻ കാര്യം പറയട്ടെ. ഒന്ന്, നിങ്ങൾ എന്നോട് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം എനിക്ക് തരണം. താങ്കൾ ഉത്തരം പറയാത്തത് കൊണ്ടല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചില്ലേ ശ്യാംരാജ്? 2, ഞാൻ പറയട്ടെ. ഇതിനകത്ത് ഒരാൾ ബഹളം ഉണ്ടാക്കി എനിക്ക് ഞാൻ സംസാരിക്കാൻ പറ്റും. എന്റെ സമയത്ത് ബഹളം ഉണ്ടാക്കിയാൽ എനിക്ക് ഞാൻ സംസാരിക്കാൻ പറ്റും. അയാൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്നു. എനിക്ക് പറയാനുള്ള എന്താ നിങ്ങൾ ചോദ്യം ചോദിക്കുക?
ഞാൻ പറയാനുള്ളത് പറയട്ടെ. അതിനകത്ത് ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് നിങ്ങളും കൂടെ ബഹളം ഉണ്ടാക്കിയാൽ ശരിയാവുക. ഇവിടെ 2-3 ദിവസമായിട്ട് നടന്നിട്ടുള്ളത് ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു 3 ദിവസത്തെ ജ്ഞാനസഭയാണ്. ഇത് ഈ രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല. ഈ രാജ്യത്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും നടക്കുന്ന 5ാമത്തെ ജ്ഞാനസഭയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് മൈസൂരിലായിരുന്നു, അതിനു മുമ്പ് നടന്നിട്ടുള്ളത് മധുരയിലായിരുന്നു. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ 2030 ആകുമ്പോൾ ഇനിയും നടക്കും. അവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചുള്ള ചർച്ചകളാണ്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന VC-മാര് മാത്രം, കേരളത്തിലെ VC-മാര് മാത്രമൊന്നും ആയിരുന്നില്ല, ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിലെ VC-മാര്, അധ്യാപകർ, പ്രൊഫസർമാർ, റിസർച്ച് സ്കോളേഴ്സ്, അതായത് VC-മാർ മാത്രമൊന്നുമല്ല, കേരളത്തിൽ തന്നെ വിവിധ വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ നമ്മുടെ 1986-ലും അതിനുശേഷം 92-ലുമാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം വരുന്നത്, അതിന്റെ ഒരു മോഡിഫിക്കേഷൻ വരുന്നത്. അതായത് 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിദ്യാഭ്യാസ നയം മാറ്റി പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം വികസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു പോയിന്റ് പറയാം. ബഹുമാനപ്പെട്ട സത്സംഖ്യാലോ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പറയാം. 2047-ൽ നമ്മൾ വികസിത ഭാരതമാകുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും തരുന്ന ജോലി വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാണ് മഹാത്മ്യം. ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട സമഗ്രമായിട്ടുള്ള പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഓപ്പൺ ആയിട്ട് നടന്ന ഒരു സ്ഥലമാണ് അവിടെ. അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത ആളുകള്, അതിന് രാഷ്ട്രീയം കണ്ടെത്തുന്ന ആളുകള്, അതിനെക്കുറിച്ച് അതിന് അസഹിഷ്ണുതയുള്ള ആളുകള് ഇങ്ങനെ പലതും പറയും. വികസിത രാഷ്ട്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട സംഘപരിവാർവൽക്കരണത്തെ കുറിച്ച് നടന്ന ചർച്ചയായിരിക്കാം. താങ്കൾക്ക് അത് വളരെ ഗൗരവമുള്ളതായിട്ടും വളരെ നല്ലതായിട്ടും ഒക്കെ തോന്നും. പക്ഷേ നമ്മളുടെ സർവകലാശാലകൾ മതനിരപേക്ഷമായിരിക്കണമെന്നും അതിനെ നയിക്കുന്നവർ ആ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം എന്നുമുണ്ടല്ലോ. VC-മാർക്ക് ഏതൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കണ്ട എന്ന തരത്തിലൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് 200ഓളം VC-മാരെ പങ്കെടുപ്പിക്കുന്നു. അതാണ് കുറുക്കു വഴിയിൽ നേരത്തെ നിതീഷ് സൂചിപ്പിച്ചതുപോലെ അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ച് കാതുവൽക്കരിക്കാനുള്ള ശ്രമം അതിന്റെ തുടർന്ന് വരുന്ന, താങ്കൾ പറഞ്ഞു ഇത് 5ാമത്തേതാണെന്ന്, തുടർന്ന് വരുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ നടന്നതെന്ന് ആളുകൾ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഈ അപ്പകഷ്ണം കഴിച്ചവർക്ക് അങ്ങനെ പലതും തോന്നും. അവിടെ വന്നിട്ടുള്ളവരൊക്കെ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്ത് വിശിഷ്ടന്മാരായിട്ടുള്ള അധ്യാപകരും VC-മാരും തന്നെയാണ്. അവരെ നിങ്ങൾ അടച്ചാക്ഷേപിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എന്തർത്ഥത്തിൽ അടച്ചാക്ഷേപിക്കുന്നത്? 100-ലധികം വരുന്ന VC-മാര് വരുന്നു. ഈ രാജ്യത്തു നിന്നുള്ള ഒട്ടുമിക്ക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വരുന്നു. അവരെ ജേണുകയെ പോലെയുള്ള ഒരു TV ആങ്കർ എങ്ങനെ അവരെ അപമാനിക്കുക? അവർ അധികാരത്തിന്റെ അപകർഷത്തിന് വേണ്ടി അങ്ങനെ നിങ്ങൾക്കത് ഒരു സംഘടനയ്ക്ക് അത് നടത്താനുള്ള അവകാശത്തെയോ അവിടെ വരുന്നവരെയോ ഒന്നും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ VC-മാർ അതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണല്ലോ നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. 200ഓളം VC-മാർ പങ്കെടുക്കുമ്പോൾ അവർ 200 സർവകലാശാലകളെ നയിക്കുന്നവരാണ് എന്ന ബോധമുണ്ടല്ലോ. ആ 200 സർവകലാശാലകൾ ഏത് രീതിയിൽ ചിന്തിക്കണമെന്നും അവിടെ എന്തൊക്കെ നടപ്പാക്കണം എന്നുമുള്ള മാർഗനിർദ്ദേശമാണല്ലോ ഈ ചിന്തൻ ശിബിരിൽ ഉയർന്നു വന്നത്. ഈ അപകടത്തിനൊന്നും ഉത്തരവില്ല. മാർഗനിർദ്ദേശം കൊടുത്തോ? അവിടെ നടന്നത് ചർച്ചകളാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഓരോ ആളുകളും പങ്കെടുത്ത് ഈ VC-മാർ അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അല്ലാതെ പൂജനീയ സത്സംഗാരം വന്നിട്ട് നിങ്ങൾ അത് ചെയ്യൂ നിങ്ങൾ ഇത് ചെയ്യൂന്നല്ല പറയുന്നത്. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരുടെ അഭിപ്രായം പറയുകയാണ്. നിങ്ങൾ ചെറുതാവരുത്. നിങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ചെറുതാവരുത്. നമ്മൾ വലിയ രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ മുഴുവൻ വരുന്നു. അതിൽ അവർ അവരുടെ അഭിപ്രായം പറയുന്നു. ഞങ്ങളത് ഓപ്പണായിട്ട് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തേക്ക് ജനങ്ങളിലേക്ക് കാണിക്കുന്നു. മാധ്യമങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് സംസാരിച്ചത് വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം കുറെ സമയം അങ്ങനെ നഷ്ടപ്പെട്ടത് കൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇടപെടുന്നത്. ശ്യാം